ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ ഇയർ പ്രിപ്പറേഷൻ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും പാർട്ട് 1 വീഡിയോ കണ്ടിട്ടുണ്ടാവും, അതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇയർക്കും വേണ്ടിയിട്ട് ഒരു ബുള്ളറ്റ് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് എല്ലാ മന്തും കറക്റ്റ് ഒരു പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് കറക്റ്റ് ഒരു ഓർഗനൈസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബുള്ളറ്റ് ജേർണലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് തന്നെ ഒരു ബുക്ക് ചെയ്യുന്നത് നന്നാവുമെന്ന് തോന്നി. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ബുക്ക് അതിനായിട്ട് സെപ്പറേറ്റ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഇയർ നമുക്ക് അങ്ങനെ അതിനായിട്ട് ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഡ്രോയിങ് ബുക്ക് ഉണ്ടല്ലോ, ആ ഒരു ബുക്കാണ് എടുത്തിട്ടുള്ളത്. അതിലെ പേജസൊക്കെ ഇതേപോലെ ഒന്ന് നമുക്ക് മടക്കി കൊടുത്തിട്ട് ബുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഭയങ്കര ഈസിയാണ്. ഞാൻ ഇതേപോലെ ഇതിന് മുന്നേ ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണിക്കണേന്ന് കുറച്ചും കൂടിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് ആ ഒരു വീഡിയോ പോയിട്ട് കണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇതേപോലെ ഡ്രോയിങ് ബുക്കിലെ ഓരോ പേജസ് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും എല്ലാ മന്തിനും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ 2 ഡ്രോയിങ് ബുക്ക് എടുക്കുന്നതാവും നന്നാവുക. ഈ ഒരു ഡ്രോയിങ് ബുക്കിലെ പേജസ് എന്ന് പറയുന്നത് 100 ആണ് കേട്ടോ GSM വരുന്നത്. ഡ്രോയിങ് ബുക്കിലെ പേജസ് ഞാൻ എടുക്കാനുള്ള കാരണം തന്നെ അതാണ്, കുറച്ചൊക്കെ ഒരു കട്ടി ഉണ്ടാവും. നമ്മളിതിൽ സ്റ്റിക്കറായിട്ടും അതല്ലാതെ പിക്ചേഴ്സും ഒക്കെ വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമല്ലോ, കളർ ചെയ്യും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയൊക്കെ തിക്ക് വേണം പേജസ്. അതുകൊണ്ടാണ് ഡ്രോയിങ് ബുക്ക് എന്നെ സെലക്ട് ചെയ്യണത് കേട്ടോ. അപ്പം 2 ഡ്രോയിങ് ബുക്ക് എടുക്കുന്നത് ഇനി നന്നായിന്ന് എനിക്ക് പിന്നെ തോന്നി. പക്ഷേ എന്തായാലും ഞാനിപ്പോൾ ചിലപ്പം എല്ലാ മന്തും ചെയ്യണം എന്നുണ്ടാവില്ല. അപ്പോൾ എത്രത്തോളം ഇതിൽ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഡ്രോയിങ് ബുക്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ ഡ്രോയിങ് ബുക്കാണെന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ മതിയാവും. ഇനി അതല്ല ഈ ഒരു ചെറുത് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ അതെടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഓരോ പേജസും ഇതേപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പണിയൊക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതങ്ങനെ ചെയ്തു കൊടുത്ത് ഇപ്പം എല്ലാ പേജസും മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് പശ ഒന്ന് തേച്ച് കൊടുക്കണം. എല്ലാ പേജസും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ക്ലിപ്പ് ഇട്ടെടുക്കും കേട്ടോ നടുവിൽ. എന്നിട്ട് ബാക്കി 2 സൈഡിലും പശ അങ്ങനെ തേച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആ സൈഡിലും ക്ലിപ്പിടും. പിന്നെ ഈ ഒരു ക്ലിപ്പും റിമൂവ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തും കുറച്ച് ഗ്ലൂ ഒക്കെ തേച്ച് കൊടുത്തിട്ട് വീണ്ടും ക്ലിപ്പിട്ട് വെക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൈയാണെന്നുണ്ടെങ്കിൽ 1 ഡേ വേണമെന്നുണ്ടെങ്കിൽ 1 ഡേ മുഴുവനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇത് പിറ്റത്തെ ഡേ ആണ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആദ്യം ഇതിങ്ങനെ പശ തേച്ചിട്ട് ഒരു കട്ടിയുള്ള ബുക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതൊന്ന് വെക്കും. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും കുറച്ചും കൂടിയും ഒരു കട്ടിയുള്ള ബുക്ക് വെച്ച് കൊടുക്കും. ഇനിയിപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിത് അടുത്ത പരിപാടിക്ക് കിടക്കാം. പക്ഷേ ഞാനിത് ചെയ്യണത് പിറ്റത്തെ ഡേ ആണ് കേട്ടോ. എനിക്കിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിറ്റത്തെ ഒരു ഡേ എടുക്കുന്നത്. അപ്പോൾ ഇത് ഡേ 2 ആണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടിക്ക് കിടക്കാം. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇതിനുള്ള ചട്ട സെറ്റ് ചെയ്യലാണ് നമ്മുടെ പരിപാടി. അപ്പോൾ പേജസൊക്കെ നന്നായിട്ട് ഉണങ്ങി ഇപ്പോൾ ഒരു ബുക്ക് രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. ചട്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ടല്ലോ, ആ ഒരു ബുക്കിൻ്റെ തന്നെ ചട്ട ഞാനൊന്ന് ഹാഫാക്കി മടക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ ചട്ടാക്കിയിട്ട് എടുക്കാൻ പോകുന്നത്. പിന്നെ ആ ഒരു ഗ്ലൂ തേച്ച ഭാഗത്തിൻ്റെ ആ ഒരു സൈസിനനുസരിച്ചിട്ടും ഇതേപോലെ നീളത്തിലാക്കിയിട്ട് ഒരു പേപ്പറും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് നമുക്കൊരു ചട്ടാക്കിയിട്ട് ഒന്ന് കവറാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ വാഷി ടാപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണേ. ഒരു ഭാഗത്ത് മാത്രം വാഷി ടാപ്പ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒരു ഭാഗത്ത് മീൻസ് നമ്മൾ ഈ ബാക്ക് ഭാഗത്ത് ഒട്ടിക്കേണ്ട ഈ ഒരു ഭാഗത്ത് മാത്രം ഒട്ടിച്ചാൽ മതി. ഇതിൻ്റെ ആ ഒരു നടുവിൽ വെച്ചതിൻ്റെ 2 സൈഡിലായിട്ട് ഇതേപോലെ വാഷി ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ആ 2 ഭാഗങ്ങളും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു വാഷി ടാപ്പ് ബാക്ക് കൂടി ആക്കിയിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ പണി. ഇപ്പോൾ ഇത് ചട്ട രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതിനുള്ള ഒരു പൊതി സെറ്റാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാറ്റേൺ പേപ്പറാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു പേപ്പറിന് കറക്റ്റ് എത്രയായി എന്ന് ചോദിച്ചാൽ 18 ആണോ 20 ആണോ എന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കുറച്ച് മുന്നേ ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് മേടിച്ചത് ഇനി അന്ന്. അപ്പോൾ ഇതേപോലത്തെ ഒരു പേപ്പറിൽ ഞാൻ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജേർണലിന് ഞാൻ കവറാക്കി വെച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ ആ ഒരു ബുക്കാണ് കേട്ടോ ഈ ഒരു ബുക്ക്. അപ്പോൾ ഈ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബുക്കിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു യെല്ലോ പേപ്പർ വെച്ചിട്ട്
ചെയ്യാം. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ വേറെ കാര്യം ശ്രദ്ധിക്കുന്നത്. അന്ന് ഞാനിട്ട ഡ്രസ്സും ഈ ഒരു പൊതിയും തമ്മിൽ ഭയങ്കര മാച്ചി ആയിട്ട് കളർ രണ്ടും സെയിം ആണല്ലോ. അപ്പം അങ്ങനെ തോന്നി. അപ്പം ഇനി നമുക്ക് ഇതേപോലെ അതിന് വേണ്ട സൈസിനായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ സൈഡ് ഭാഗത്തും ഒന്ന് ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ബുക്കൊക്കെ പൊതിയല്ലോ, അതേ മെത്തേഡിൽ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഇതൊന്ന് പൊതിഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിന് ആ ബുക്കിൻ്റെ ബാക്കിൽ ഒന്ന് ഗ്ലൂ ഒന്നും കൂടി തേച്ച് കൊടുക്കുക. എന്നിട്ടൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ചെറിയ പീസ് മതി, എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ആ ഒരു ബാക്ക് ഭാഗത്തായിട്ട്. വീണ്ടും അതിന് മേലെ കുറച്ചും കൂടിയും പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുള്ള ആ കവറിൻ്റെ നടുഭാഗത്തായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒട്ടിക്കോളൂ കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടുള്ള പേജസിൻ്റെ കുറച്ച് പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബുക്കിൻ്റെ പണി കഴിഞ്ഞ്. പിന്നെ കുറച്ച് നേരം ഇത് ഉണങ്ങാനുള്ള ടൈം എന്നുള്ള നിലക്ക് കൊടുത്തിട്ട് അതിന് മേലെ കുറച്ച് വെയിറ്റിനും വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള ബുക്സൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ബുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ മതി. സോ അങ്ങനെ ഇപ്പം നമ്മുടെ ബുക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് പറയുമോ, കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ലുക്കൊക്കെ എത്തിയിട്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേലായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കണം. സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ഒന്നുമില്ല, ഇതിനൊരു ജസ്റ്റ് ഒരു പേരിടൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ വിഷൻ ബോർഡിന് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇതിനും 2-3 സ്റ്റിക്കറൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, 2025 പിന്നെ ബുള്ളറ്റ് ജേണൽ അത്രേ ഉള്ളൂ. അത് രണ്ടും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഇയർത്തെ ബുജോ സെറ്റപ്പൊക്കെ ചെയ്യാനുള്ള ബുക്കാണിത്. ഇനി നമുക്ക് ഈ ഒരു ബുക്കിൽ ചെയ്ത് തുടങ്ങാം കേട്ടോ. അങ്ങനെ ഐശ്വര്യമായിട്ട് ബിസ്മിയൊക്കെ ചെല്ലിയിട്ട് ബുക്ക് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് പേജിൽ തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. കാര്യമായിട്ടൊന്നുമില്ല, നമ്മളിപ്പോൾ കവർ പേജിൽ ചെയ്തില്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ 2025 ബുള്ളറ്റ് ജേണൽ അത്ര ഒന്ന് ഒരു പേപ്പറിൽ കളർഫുള്ളാക്കിയിട്ട് ഒന്ന് എഴുതി കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാനിപ്പോൾ ഒരു എസ്തറ്റിക് ലുക്കൊക്കെ തോന്നുന്നുണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്തെ പേജിലായിട്ട് ഞാൻ ജനുവരിൻ്റെ ഫസ്റ്റ് പേജ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു ടൈം ഇതേപോലെ ന്യൂ ഇയർ ഫ്രണ്ടിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഐഡിയ ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടതേനി കേട്ടോ. അതിൻ്റെ വീഡിയോ അല്ല, ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കാണിക്കാം. അത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ മെയിൻ പരിപാടിക്ക് കിടക്കുക. ഇനിയാണ് നമ്മൾ ബുജോ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. ബുജോ സെറ്റപ്പ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ബുള്ളറ്റ് ജേണൽ എന്ന് പറയണത് കേട്ടോ. രണ്ടും സെയിം തന്നെയാണ്, അത് കുറച്ചും കൂടി ഷോർട്ടാക്കിയിട്ട് പറയണേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മന്തിൻ്റെ കലണ്ടർ തീമിൽ ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെയെന്ന് ചിലപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു മെത്തേഡ് എന്താണെന്നൊക്കെ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക കേട്ടോ. അതിൽ എന്തിനാണ് ബുജോ സെറ്റപ്പ് ചെയ്യണത്, അതുകൊണ്ട് എന്താണ് ഇപ്പോൾ നമുക്കുള്ള ഗുണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടാൽ കുറച്ചും കൂടി കൂടുതൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇപ്രാവശ്യം ഞാൻ ഈ ഒരു ജനുവരി മന്തിനും വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന തീം എന്ന് പറയുന്നത് ബുക്സ് പ്ലസ് പ്ലാന്റ്സ്. ആ ഒരു രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു തീമിലാട്ടോ ഞാൻ ഈ ഒരു മന്തിൻ്റെ ഫുൾ ബുജോ സെറ്റപ്പ് ചെയ്യണത്. അപ്പോൾ ഓരോ മന്ത് നമുക്ക് ഓരോ തീമൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ.
ഈ മന്ത് ഈ ഒരു തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ മേലെയും അടിയിലൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കോഡ്സൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്താ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെറുതായിട്ടൊക്കെ നോട്ട് ചെയ്തിട്ട് ഓരോ ഡേയ്സിൻ്റെത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിക്ക് കിടക്കാം. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് മൂഡ് ട്രാക്കറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ മൂഡ് ട്രാക്കർ, ഹാബിറ്റ് ട്രാക്കർ എന്നൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 മന്തൊക്കെ ആയിട്ടുള്ളൂ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതേപോലെ നമുക്ക് മൂഡ് ട്രാക്കർ ചെയ്യാം. അതിൽ ഇതേപോലെ ബുക്സാണ് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് ഓരോ ഡേയ്സിൻ്റെ മൂഡും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. അതിൽ ബുക്സ് വെച്ചിട്ട് ബാക്കി എല്ലാത്തിനും ഒന്ന് കളർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ റെഡ് കളർ കൊടുക്കുക, ഇനി കുറച്ചൊക്കെ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ കൊടുക്കുക, പിന്നെ കുറച്ച് സാഡ് ആണെന്നുണ്ടെങ്കിൽ വയലറ്റ്, നല്ല സാഡ് ആണെന്നുണ്ടെങ്കിൽ യെല്ലോ. അപ്പോൾ ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ കളർ ചെയ്യുക കേട്ടോ. ഇപ്പം നല്ല ഹാപ്പി ആയിട്ടുള്ള ഡേ ആണ് ജാൻ 1 എന്നുണ്ടെങ്കിൽ നമ്മളവിടെ റെഡ് കൊടുക്കുക. ഇനി ജാൻ 2 എന്ന് പറയുന്നത് ഭയങ്കര സാഡ് ആണെന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, യെല്ലോ കളർ കൊടുക്കുക. അപ്പോൾ ഈ ഒരു മന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു മന്തിലെ ഡേയ്സൊക്കെ എങ്ങനെ ഉണ്ട് ഇനിയെന്ന് ഈ ഒരു ബുക്ക് മറിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക. ഈ ഒരു പേജിലായിട്ട് 2025 തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രൗൺ പേപ്പർ ഈ ഒരു ഷേപ്പിലായിട്ട് കട്ട് ചെയ്യുക. ഞാൻ എടുക്കുന്നത് ഈ ഒരു പേപ്പർ ബാഗ് നിന്നാട്ടോ. ഇതൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പിന്നെ ഓൾറെഡി കുറേ ആൾക്കാർ കഴിഞ്ഞ മന്ത് തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ബുജോ സെറ്റപ്പ് ഫുൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള തീമിൽ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇത് അങ്ങനെ കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ, നമ്മളെ കയ്യിലുള്ള ഐറ്റംസൊക്കെ തന്നെയാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും 2025 ആയിട്ട് റിലേറ്റഡ് ചെയ്യാൻ പറ്റുന്ന കോഡ്സ് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഹാബിറ്റ് ട്രാക്കറാണ്. അത് നെക്സ്റ്റ് പേജിലായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഹാബിറ്റ് ട്രാക്കറിൽ നിന്ന് ഈ ഒരു ബ്രൗൺ പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇതേപോലെ 4 ഹാബിറ്റാണ് ഞാൻ ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 4 കലണ്ടർ രൂപത്തിലാക്കിയിട്ട് വേറൊരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ഓരോ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക. ഞാൻ ട്രാക്ക് ചെയ്യാൻ പോകുന്ന ഹാബിറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്കിൻ കെയർ, റീഡിങ്, വർക്കൗട്ട്, പിന്നെ മോർണിംഗ് 4 മണിക്ക് എണീക്കുന്നത്. അത് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നടക്കിയേക്കും. എന്തായാലും ഈ ഒരു മാസം കഴിയുമ്പോൾ കാണാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ 4 മാത്രമേ ചെയ്യണുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഓരോ ഡേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണത് അന്നത്തെ ഡേ നമ്മൾ ആ ഒരു ഡേക്ക് കളർ ചെയ്ത് കൊടുക്കുക. ആ കാര്യം ചെയ്തതിൻ്റെ അടിയിലുള്ള കലണ്ടറിൽ പോയിട്ട് കളർ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ കുറച്ചും കൂടിയൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കാമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്റ്റിക്കറൊക്കെ പ്ലാന്റ്സിൻ്റെ ബുക്സിൻ്റെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ചെയ്യാം, മൂഡ് ബോർഡ്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ബുജോ സെറ്റപ്പിൽ ചെയ്യാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ ഒരേപോലെ ചെയ്യണേക്കാട്ടി നല്ലത് ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ മൂഡ് ബോർഡിന് ആദ്യം നമ്മൾ ഇതേപോലെ ഗ്രിഡ് ആക്കിയിട്ട് ഈ ഒരു ഗ്രിഡ് ലൈൻസ് ആക്കിയിട്ട് ഇങ്ങനെ കള്ളി ആക്കിയിട്ട് കുറേ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂഡ് ബോർഡിൽ ഈ ഒരു മന്ത് എൻഡ് ആകുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യേണ്ട ഗോൾസൊക്കെ ഉണ്ടാവുമല്ലോ, അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ്, സ്റ്റിക്കേഴ്സ്, കോഡ്സ് അങ്ങനത്തതൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വേറൊരു മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ മന്തിനും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇതിനിപ്പോൾ എല്ലാ മന്തും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിൽ ഇനിയും പിക്ചേഴ്സും സ്റ്റിക്കേഴ്സും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. പിന്നെ മൂഡ് ബോർഡ് എന്നുള്ളത് നമുക്ക് മേലെ വേണമെങ്കിൽ മേലെ എഴുതി കൊടുക്കുക. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇനിയിപ്പോൾ നടുവിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ എഴുതി കൊടുക്കാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്കെന്തായാലും ഇതിൽ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു ഐറ്റമാണ്. ഇത് നമുക്ക് ഈ മന്തിൻ്റെ വീക്കിലി പ്ലാനിങ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 7 ഡേയ്സിൻ്റെത് ഓരോന്നും ഓരോ പേപ്പറിൽ എഴുതിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ സൺഡേ ആണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ പേപ്പറിലാക്കിയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ 4 വീക്കിൻ്റെയും കൂടി ഒറ്റ സെറ്റായിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീക്കിൻ്റെത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ 4 പേപ്പറിലായിട്ടാണ്ട് ചെയ്താൽ മതി. എനിക്ക് പിന്നെ ഇതിൽ തന്നെ ചെയ്യാനുള്ളത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരൊറ്റ പേപ്പറാക്കിയിട്ട് ഒറ്റ സെറ്റാക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഡേയ്സ് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിലാണ് നമ്മൾ ഓരോ വീക്കിൻ്റെത് പ്ലാൻ ചെയ്തിട്ട് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. എന്തൊക്കെ ചെയ്യേണ്ടത് ഒരു ടു ഡു ലിസ്റ്റ് പോലെയൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ബാക്കി വരേണ്ട ഭാഗത്ത്
ബുക്സിൻ്റെയും പ്ലാന്റ്സിൻ്റെയും കുറച്ച് സ്റ്റിക്കേഴ്സ്, പിന്നെ സൈഡിലായിട്ട് ഒരു ചെറിയ കോട്ട്, ഇത്രയൊക്കെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അടുത്തതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഫേവറേറ്റ്സ് ഓഫ് ജനുവരി. ഈ മന്ത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ വേണമെന്നുണ്ടെങ്കിൽ കുറേ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3 എണ്ണമാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേപ്പർ, ഒരു ബ്രൗൺ പേപ്പർ ഇതേപോലെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ കൈ വെച്ചിട്ടൊന്ന് കീറി കൊടുക്കുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൽ ഞാൻ എന്തൊക്കെ എഴുതി കൊടുക്കുന്നത് വെച്ചാൽ ബുക്സ്, പിന്നെ മൂവീസ് ഓർ സീരീസ്, സോങ്സ്. അപ്പോൾ ഈ മന്ത് ഞാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ മന്ത് ഇങ്ങനെ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളത് വായിച്ചിട്ടുള്ളത് ആയിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി കൊടുക്കാൻ പറ്റും. പിന്നെ ബാക്കി വരുന്ന സ്ഥലത്തൊക്കെ ഇതേപോലെ സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത്. ഈ ബുജോ സെറ്റപ്പിലെ ലാസ്റ്റ് പേജും കൂടി ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ഇപ്പോൾ എന്താ ആവുകയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ബ്രെയിൻ ഡംപ്. ബ്രെയിൻ ഡംപ് എന്താണെന്ന് വെച്ചൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ എഴുതി കൊടുക്കാൻ പറ്റും. ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു പേജാണ് ഈ മന്തിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റിയിട്ടുള്ളത്. അതിലിപ്പോൾ ടു ഡു ലിസ്റ്റ് ആവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാനിങ്ങോ കാര്യങ്ങളോ ആവാം, പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻസ് ആയിരിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ഇപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആൻസൈറ്റി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്യാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ബ്രെയിൻ ഡംപ്. ലാസ്റ്റ് ഇനിയിപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതിൻ്റെ ഒരു ഫ്ലിപ്പ് ത്രൂ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു 2-3-4 ഡേയ്സൊക്കെ എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ ദിവസവും വൈകുന്നേരം അങ്ങനെ ആക്കിയിട്ടേന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ ഇത്രയും വൈകിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ടായതിനേക്കാട്ടിലും കൂടുതൽ എനിക്കിഷ്ടമായിട്ടുള്ളത് ഈ ഒരു മന്തിൽ ചെയ്ത ഈ ഒരു സെറ്റപ്പാണ്. ഡിസംബർ മന്തിൽ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ആ മന്തിൻ്റെതാണ് കൂടുതൽ രസമെന്ന്. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി, ഈ മന്തിൻ്റെതാണ് കൂടുതൽ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അതല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ട്രൈ ചെയ്തിട്ട് പിക്സൊക്കെ അയച്ചു തരണം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.